ഒരു കൂട്ടരുണ്ട്, അവരെവിടെ പറയാം, ഈ സഭയ്ക്കുള്ളിൽ സഭാ വാത്സല്യം തുളുമ്പൂന്ന് ചിന്തിക്കുന്ന ചില 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 കൂലിക്കെഴുത്തുകാരുണ്ട്. അവരെ കൂടെ കാണണം ഈ കൂട്ടത്തിൽ. എമോജോണത്തിനെ പറ്റിയായി പറയുന്നത് കേട്ടോണേ. അവര് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ സഭ. ചില നഷ്ടബോധക്കാർ, ചില അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, ഇലക്ഷനിൽ തോറ്റുപോയവർ. കണ്ടോ പാവം എമോജോണത്തെ ഇലക്ഷനിൽ തോറ്റേനെ കുത്തുന്ന മോശമല്ലേ അച്ഛ ഇതൊക്കെ. ഇലക്ഷനിൽ നിന്നിട്ട് ജയിക്കാൻ കഴിയാതെ പോയവർ, അങ്ങനെയുള്ള ചില 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 പ്രതിഭാസങ്ങളൊക്കെ ഇവിടെയുണ്ട്. അവർ നിർമ്മിച്ച ചില ചില പ്രചരണങ്ങൾ അന്തരീക്ഷത്തിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. ഇതിന്റെ ചരിത്രം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇത് പറയാൻ, എഴുതാൻ. ഇവിടെ സൂചിപ്പിച്ചല്ലോ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇത് രണ്ടാക്കാൻ ഇനി ആരെ കൊണ്ടും കഴിയില്ല, ഒരാളെ കൊണ്ടും കഴിയില്ല ഇത് രണ്ടാക്കാൻ. അത് അച്ഛന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അച്ഛനോട് ആരാ പറഞ്ഞ് രണ്ടാക്കാൻ പറ്റുന്നത്? അച്ഛൻ ഈ വഖഫ് ബോർഡ് കേട്ടിട്ടുണ്ടോ? എടാ നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നീ വഖഫ് ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? അച്ഛൻ അറിയാം അതിന്റെ സ്വത്തുക്കളെ സംബന്ധിച്ച്. ഇന്ത്യയില് 1,35,000 പ്രോപ്പർട്ടി സ്വന്തമായിട്ടുള്ള വലിയ സംഭവമാണ്, വലിയ ട്രസ്റ്റാണ് വഖഫ് ബോർഡ്. അപ്പൊ വഖഫ് ബോർഡിനകത്ത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഈ സുന്നി ഷിയ അങ്ങനെ 2-3 വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് 4 വിഭാഗങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അതിനകത്തൊരു ഈക്വൽ റെപ്രസെന്റേഷൻ കിട്ടുന്നില്ലാത്തതുകൊണ്ട് ഈ 4 വഖഫ് ബോർഡ് ഉണ്ടായിക്കൊള്ളാൻ ഇപ്പൊ പുതിയ നിയമനിർമ്മാണം സജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിയമമായി. അച്ഛൻ ഇതൊന്നും അറിയത്തില്ലേ? അപ്പൊ ആ വഖഫ് ബോർഡിനെ പിരിക്കാമെങ്കിൽ പിന്നെ IOC എന്തോ അച്ഛൻ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ആൻ ഇൻഡിവിസിബിൾ എൻറ്റിറ്റി ഒന്നും അല്ല. ഇറ്റ് ഈസ് ഡിവിസിബിൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് സോ ഫ്രജൈൽ, സോ ബി കെയർഫുൾ. ഓക്കെ, ചുമ്മാ തള്ളി മറിച്ചോണ്ടിരുന്നാൽ മതി. ആരെ കൊണ്ടാണ് കഴിയുക? ഒരാളെ കൊണ്ടും കഴിയില്ല. കാരണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം പറഞ്ഞു ഒരേ ഒരു സഭ മാത്രമേ ഉള്ളൂ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാ. ഇതിനെ രണ്ടാക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന് നാം പറയുമ്പോ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സഭയെ പറ്റി ആത്മാഭിമാനം ഉണ്ടാകണം. എന്തിന്? ആരെങ്കിലും എവിടെങ്കിലും എഴുതുമ്പോ അതാണ് ശരിയാ, ആത്മാഭിമാനം ഉണ്ടാകണോ? ഒരു പാവപ്പെട്ട കുടുംബിനെ പിടിച്ച് 5 അച്ഛന്മാർ വെഞ്ചരിച്ചത്, നമുക്കത് ഓർത്ത് ആത്മാഭിമാനം കൊള്ളാച്ചാ, പുളകിതരാകാം. പിന്നെ അത് തന്നെയാണ് അങ്ങോട്ട് പിന്നെ 1, 2, 3 എത്രയാ ലിസ്റ്റ്? മണ്ണാട്ടുപള്ളിയിൽ നിന്ന് കൊടംകുരിശ് ഇറങ്ങുന്ന പോലെയാ ഇന്ത്യൻ ഓർത്തഡോക്സിന് പെണ്ണുപിടുത്തക്കാരും കള്ളന്മാരും ഇറങ്ങി വരുന്നത്. എന്ത് കാര്യത്തിന് എന്തോർത്താ നിങ്ങളുടെ ആടുകൾ ആത്മാഭിമാനം കൊള്ളേണ്ടത്? ആണമില്ലേ ഇങ്ങനെ ഇന്ന് തള്ളാൻ പോകുന്നതല്ല നമ്മുടെ സഭാബോധം. വ്യക്തിപരമായി തേജോബോധം ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ എല്ലാ കാലഘട്ടത്തിന്റെയും പ്രശ്നമാണ്, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. പക്ഷെ മലങ്കര സഭ എന്ന സനാതനമായ സത്യം ഉയർത്തിപ്പിടിച്ച മൂല്യം, തേങ്ങയുടെ സനാതനമായ സത്യം. അച്ഛൻ ഈ സനാതനം എന്നൊക്കെ പറഞ്ഞ വാക്കിന്റെ അർത്ഥം അച്ഛനെ വല്ലതും പിടുത്തമുണ്ടോ? മലങ്കര സഭ ഒരു സനാതനമായ സത്യമാണോ? ആഴ്ച ഭരണഘടന തിരുത്തുന്നതാണോ സനാതനം? അച്ഛാ, സനാതനം എന്ന് പറഞ്ഞാൽ നിത്യം എന്നതും മാറ്റം വരാത്തതെന്നും അർത്ഥം. അപ്പൊ നിത്യമായതും മാറ്റം വരാത്തതുമായ എന്തൊട്ട് തേങ്ങ നിങ്ങൾക്കുള്ളത്? ചുമ്മാ അങ്ങ് വാക്കുകൾ തട്ടുക. ആരൊക്കെയോ പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ സനാതനം, ആ വാക്കുകളൊക്കെ ഇങ്ങനെ എടുത്ത് അനവസരത്തിൽ പ്രയോഗിക്കുക. അച്ഛൻ അതിന്റെ അർത്ഥങ്ങളോ അർത്ഥാന്തരങ്ങളോ അർത്ഥവ്യത്യാസങ്ങളോ ഒന്നും ചിന്തിക്കുന്നില്ല. ചാമ്പുക എന്ന് പറയും. അപ്പോസ്തലിക അധികാരം നമുക്കൊക്കെ ചിന്തിക്കാൻ എന്തൊട്ട് തേങ്ങ കഴിയാത്ത തലമാണ്. ഇപ്പം പലരും കുർബാനയിലൂടെയാണ് ഡിപ്ലോമസി സൃഷ്ടിക്കുന്നത്. എന്തൊരു ഭയങ്കരമാണെന്ന് അറിയാം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു വേദശാസ്ത്രമുണ്ട്, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു വിശ്വാസധാരയുണ്ട്. അതിനെല്ലാം കാറ്റിപ്പുറത്തി പല ഡിപ്ലോമസിയെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഡിപ്ലോമസി, പൊളിറ്റിക്കൽ ഡിപ്ലോമസി, ഇപ്പം കുർബാന ഡിപ്ലോമസിയാ. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക. കാരണം ബാബാതിരുമേനിയോട് ഇരിക്കുന്ന വേദിയിൽ ഞാൻ ഇനി എന്തോ ബാബാതിരുമേനി ഇരിക്കുന്ന വേദിയിൽ എന്ത് ഡിപ്ലോമസിയാണ് ഇദ്ദേഹം പറയുന്നത്? മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫ്രക മെത്രാപ്പോലിത്ത ബർണബാസ് തിരുമേനി ലെബാനോനിലെ കാതോലിക്ക വാഴ്ചയ്ക്ക് വന്നപ്പം തലേ ദിവസം ഈ ഞായറാഴ്ച നടന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചു. വിശുദ്ധ കുർബാനാനന്തരം പരിശുദ്ധ പാത്രീർക്കീസ് ബാവ അദ്ദേഹത്തിന് കുർബാന കൊടുത്തു. ഇതേപ്പറ്റിയാണ് ഇദ്ദേഹം വലിയ അത് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് കണ്ടതാണ്, എല്ലാവരും വീഡിയോ കണ്ടതാണ്. സോവാട്ട് അത് രഹസ്യത്തിൽ നടന്ന കാര്യമൊന്നും അല്ലല്ലോ, എന്തോ രഹസ്യത്തിൽ ചെയ്ത പോലെയാണ്. അതാണ് കുർബാന ഡിപ്ലോമസി. എന്താണ് ഈ പറയുന്നത്? പാത്രീർക്കീസ് ബാവ തീരുമാനിക്കും ആർക്ക് കുർബാന കൊടുക്കണമെന്നുള്ളത്. യാക്കോബക്കാർ അത് അംഗീകരിക്കും. അല്ല, അവിടെ ചോദ്യം ചെയ്യലോ നിങ്ങളുടെ പോലത്തെ ഇങ്ങനത്തെ തമാശയോ തർക്കോ വഴക്കോ ഒന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ അല്പം കൂടെ ഉള്ളൂ, ദയവായിട്ട് ഹോൾഡ് ചെയ്യുക. ലംഘിക്കുന്നില്ല. പക്ഷെ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു മാരാമണ്ണുകാരനെ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. ഈ ഡിപ്ലോമസി, കുർബാന ഡിപ്ലോമസി, അവരെല്ലാം കൂടെ ഒന്നും ചേർന്ന് സംഘം ചേർന്ന് കേരളം ഭരിക്കുന്ന അതാ സങ്കടം. അവരെല്ലാം കൂടെ ഒന്നു ചേർന്നു, സംഘം ചേർന്നു, ചേരുവച്ച സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു അല്ലെ? അത് അഹ്റോന്റെ തലയിൽ നിന്ന് അവന്റെ താടിരോമം വഴി വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് ഒഴുകുന്ന അഭിഷേക തൈലം പോലെ ഇരിക്കും. അപ്പൊ അഭിഷേക തൈലം എന്ത് ചെയ്യും? യുണൈറ്റ് ചെയ്യിക്കും. ആരെ? സഹോദരന്മാരെ. അതുകൊണ്ട് സഹോദരന്മാർ ഒത്തൊരുമിച്ച് നിന്നു. അത് ഈ വാഴ്ചയ്ക്ക് ലെബാനോനിൽ ഒത്തൊരുമിച്ച് നിന്നു. അതിനുശേഷമുള്ള സുന്ദ്രോണിസ ശുശ്രൂഷയ്ക്ക് പുത്തൻകുരിശിൽ ഒത്തൊരുമിച്ച് നിന്നു. ഇവർക്ക് കണ്ടിട്ട് കണ്ണുകടിയാണ്, ഒന്നും സഹിക്കുന്നില്ല. ഒരു മാരാമണ്ണുകാരന്റെ വികാര പ്രകടനം കാണൂ. ആമയിൽ അച്ഛന്റെ ദീനരോധനം.
എന്ന് നമുക്ക് ഈ വീഡിയോക്ക് ടൈറ്റിൽ കൊടുക്കാം. ദീനരോധനം തുടരട്ടെ അച്ഛാ, തുടരട്ടെ. കൂടങ്ങൾ ചേർന്ന് നിന്ന് നിങ്ങൾ വെല്ലുവിളിക്കുന്നത് ഒരു പൗരാണിക സഭയാണ്. ഒന്ന് പോവാച്ചാ, എന്ത് പൗരാണികം? 1912 വികട മട്ടശ്ശേരി തട്ടിക്കൂട്ടിയ ഈ പ്രസ്ഥാനത്ത് ആണ് ഒരു പാവപ്പെട്ട റിട്ടയർ ചെയ്തിരുന്ന പാത്രികീസിനെ ആയുർവേദ ചികിത്സ കൊടുത്ത് തന്റെ മാനസികാസ്വാസ്ഥ്യം മാറ്റിക്കൊടുക്കാമെന്ന് നുണ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മലങ്കര ഈ ബോംബെ വഴി കൊണ്ടുവന്ന് തലയും മുണ്ടിട്ടാ കൊണ്ടുവന്നത്. കോടതി നിരോധിച്ച അയാൾ ഇവിടെ കയറലെന്ന്. അപ്പൊ ഒതുക്കത്തിൽ തലയും മുണ്ടിട്ട് നിരണത്ത് കൊണ്ടുപോയി. അന്നേരം അയാൾ വായിക്കാൻ പറ്റില്ല, അയാൾ ഒച്ചത്തിൽ നിലവിളിച്ചു, സുറിയാനി കിടന്ന് കാറി. അപ്പൊ അയാളെ എന്ത് ചെയ്തു? ഭീഷണിപ്പെടുത്തി. പിന്നെ അയാള് വാഴിക്കുന്നില്ലെന്നുള്ള കാഴ്ച ജനങ്ങൾ കാണാതിരിക്കാൻ തിരശ്ശീല വലിച്ചിട്ടു. എന്നിട്ട് വാഴിച്ചേന്ന് അകത്തുനിന്ന് PT കയറി വിളിച്ചു പറഞ്ഞു. ഈ കോമാളിത്തരം കാണിച്ചു ഇതാണോ പൗരാണിക സഭ? ഒന്ന് പോവാ ചച്ചിമ്മ, ചിരിപ്പിക്കാതെ. ഒരു പൗരാണിക സഭയുടെ സ്വാതന്ത്ര്യത്തെ മറ്റെന്താ ചോദിച്ചാൽ ഞങ്ങൾ സഹിക്കും. ഞങ്ങൾ പൊതുവെ ഇങ്ങനെ സമാധാന പ്രിയരാണ്. സമാധാന പ്രിയര്, വല്ലവന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ നടക്കുന്ന കള്ളക്കൂട്ടങ്ങൾ. സമാധാന. പക്ഷെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുണ്ടല്ലോ. ഓ, ഇയാളങ്ങ് ഒലത്ത് പോടുന്നു. കാതോലിക്കത്തിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്തുണ്ടല്ലോ. പിന്നെ അന്തസ് ഉണ്ടല്ലേ സുഹൃത്തെ? ഇതൊരു ഒരന്തസ്സും ഇല്ലാത്ത സ്ഥാപനമാണ് നിങ്ങളുടെ ഈ സാധനം, മനസ്സിലായില്ലേ? ഡ്യൂപ്ലിക്കേറ്റ്. കാതോലിക്കേറ്റ് എന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് കാതോലിക്കേറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നിങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സടകുടഞ്ഞെഴുന്നേറ്റുന്ന ചരിത്രം. എന്റെ പൊന്നെ, തല പറഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം, സടയൊക്കെ കുടയുന്നു കൊള്ളാം. മലങ്കര സഭയ്ക്ക് കൂനം കുരിശ് സത്യം മുതൽ ഇങ്ങോട്ട് നിരവധി ഘടകങ്ങളുണ്ട്. കൂനം കുരിശോ? അത് 1653 വെച്ചാ കൂനം കുരിശ് സത്യം. 1653 നിങ്ങൾക്ക് എന്താ ബന്ധം? കൂനം കുരിശ് സത്യമേ, കൂനം കുരിശ് സത്യം ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാര് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള കൂറും വിധേയത്വവും ഏറ്റുപറഞ്ഞപ്പോൾ 25,000-ഓളം വരുന്ന മലങ്കര നസ്രാണികൾ കുരിശിൽ കെട്ടിയ ആലാത്തിൽ പിടിച്ച് സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഞങ്ങൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂറും വിധേയത്വവും ഉള്ളവരായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതാണ് കൂനൻ കുരിശ് സത്യം. ഇനി അതല്ല കൂനം കുരിശ് സത്യം എന്ന് വേറെ ഏതെങ്കിലും ഭാഷ്യമാണ് അച്ഛന്റെ മനസ്സിലുള്ളതെങ്കിൽ ജസ്റ്റ് 2017 സുപ്രീം കോടതി വെർഡിക്റ്റ്, 2017 സുപ്രീം കോടതി വിധി, ജൂലൈ 3 സുപ്രീം കോടതി വിധി എടുക്കുക, 5ാമത്തെ പേജ് വായിക്കുക. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുടെ 5ാമത്തെ പേജ് വായിക്കുക. കൂനം കുരിശ് സത്യം എന്താണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി വിധി അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വായിക്കേ. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, കൂനം കുരിശ് സത്യം മലങ്കര ക്രിസ്ത്യാനികൾ അന്ത്യോക്യം പാത്രികീസിനോട് കൂറും വിധേയത്വവും പ്രഖ്യാപിച്ചതാണ്. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി സംശയമുണ്ടെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് വന്നാൽ 39 പേജ് വായിച്ചോ. 2017 സുപ്രീം കോടതി വിധിയുടെ 39 പേജ് വായിച്ചോ. അവിടെ വീണ്ടും സുപ്രീം കോടതി പറയുന്നു, കൂനം കുരിശ് സത്യം മലങ്കര ക്രിസ്ത്യാനികൾ അന്ത്യോക്യൻ പാത്രികീസിനോടുള്ള കൂറും വിധേയത്വം പ്രഖ്യാപിച്ചാണ്. ഞാൻ ആദ്യകാലത്ത് ഈ ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നെന്നും പിന്നെ യാക്കോബ പക്ഷത്തോട്ട് മാറിയെന്നും ഇവര് പറഞ്ഞു വരുത്തുന്നുണ്ട്. ഞാൻ ഈ ഓർത്തഡോക്സി എന്നാ പറഞ്ഞു. ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കുഴിയിൽ ഉണ്ടായതല്ല, അത് സുറിയാനി സഭയുടെ വിശ്വാസമാണ്. എങ്കിലും മലങ്കരയിലെ തർക്കത്തിൽ ഞാൻ ശക്തമായി യാക്കോബായ പക്ഷത്തൊന്നും നിന്നില്ല. ഒരു മധ്യവർത്തി നയമായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇവര് 2017 സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞ് തള്ളി എന്നാ പിന്നെ ഈ പണ്ടാരം അടങ്ങാനായിട്ട് അതങ്ങ് വായിക്കാന്ന് വെച്ച് ഞാൻ ആ സുപ്രീം കോടതി വിധി 267 പേജ് കുത്തിയിരുന്ന് വായിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നത്, സുപ്രീം കോടതി പറയുകയാണ്, എടാ അന്ത്യോക്യം പാത്രികീസിനെ അംഗീകരിക്കാത്തവർ യഥാർത്ഥ സഭയല്ല, അന്ത്യോക്യം പാത്രികീസിനോട് കൂറും വിധേയത്വം പ്രഖ്യാപിക്കാനാണ് മലങ്കര ക്രിസ്ത്യാനികൾ കൂനം കുരിശ് സത്യം നടത്തിയത്. ഞാൻ ഈ 10-25 കൊല്ലം പെന്റക്കോസിലായിരുന്നു. അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ കേട്ട ട്യൂഷൻ ഇന്ത്യൻ ഓർത്തഡോക്സ് അവർ പറഞ്ഞു, വൈദേശിക ശക്തികളോട് വെല്ലുവിളിക്കുവാനും ഒരു വിദേശി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനുമാണ് കൂനം കുരിശ് സത്യം ചെയ്തത്. ഞാൻ ഓർത്ത് നേരായിരിക്കുന്നു. സുപ്രീം കോടതി വിധി വായിച്ചപ്പോഴല്ലേ മനസ്സിലായ കൂനം കുരിശ് സത്യം ഈ കഞ്ഞിക്കുഴി കൊള്ളസംഘം പറയുന്ന പോലൊന്നും അല്ല. പരിശുദ്ധ സിംഹാസനത്തോട്, അന്ത്യോക്യൻ സിംഹാസനത്തോട് കൂറ് പ്രഖ്യാപിക്കുവാൻ, അന്ത്യോക്യയിലെ പാത്രിയർക്കീസിനോട് വിധേയത്വം പ്രഖ്യാപിക്കുവാൻ മലങ്കര ക്രിസ്ത്യാനികൾ ഒന്നിച്ചുകൂടി നടത്തിയ സത്യപ്രതിജ്ഞയാണ് കൂനം കുരിശ് സത്യമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുടെ 5ാം പേജിലും 39ാം പേജിലും ഉണ്ട്. ആമേലച്ചൻ ആദ്യം പോയി സുപ്രീം കോടതി വിധി വായിച്ചു പഠിക്കേ. അച്ഛൻ ചെന്നാട്ടെ, അച്ഛൻ പോയി വിധി വായിച്ചു പഠിക്കേ, എന്നിട്ട് വന്നിട്ട് തള്ളു. കൂനം കുരിശിൽ നിന്ന് കഞ്ഞിക്കുഴിയിലോട്ട് ഒരുപാട് ദൂരമുണ്ട് അച്ഛൻ. അച്ഛൻ നടന്നാൽ എത്തത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. അച്ഛന്റെ തള്ള്, നമുക്ക് ലഭ്യമായ തള്ള് തീർന്നു, അത്രേ ഉള്ളെന്ന് കരുതുന്നു.